ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ ഒരുപാട് പേര് ഇങ്ങനെ കുറച്ച് ദിവസങ്ങളായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നു എക്സാമുമായി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ഒന്ന് ചെയ്യുമെന്ന്. അപ്പോൾ നമ്മൾ ഇന്ന് എക്സാം പ്രിപ്പറേഷന് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും എക്സാമിന് വേണ്ടിയിട്ടൊക്കെ കുറച്ച് വിഷയമെങ്കിലും പഠിച്ച് തുടങ്ങി എന്ന് വിചാരിക്കുന്നു. പഠിച്ച് തുടങ്ങാത്തവർ ഇന്നോട്ടെങ്കിലും സ്റ്റാർട്ട് ചെയ്യുക. കാരണം വളരെ കുറച്ച് ദിവസം മാത്രമേ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും ആദ്യം തന്നെ എക്സാം പ്രിപ്പറേഷൻ ചെയ്യാനുള്ള കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മുടെ ടൈം ടേബിൾ കൃത്യമായിട്ട് ക്ലാസ്സിൽ നിന്നും എഴുതി കൊണ്ടുവരിക. അതുപോലെ തന്നെ ടൈം ടേബിൾ നമ്മുടെ റൂമിൽ നമ്മൾ പഠിക്കാതിരിക്കുന്ന ഏരിയയിൽ കൃത്യമായിട്ട് കാണത്തക്ക രീതിയിൽ ഒരു പേപ്പറിൽ എഴുതി ഒന്ന് സ്റ്റിക്ക് ചെയ്ത് വെക്കുക എവിടെയെങ്കിലും. അപ്പോൾ ഇതേ ടൈം ടേബിൾ തന്നെ എഴുതി നമ്മുടെ പാരൻസിനും കൂടി കൊടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ അവരുടെ കയ്യിൽ അവരുടെ റൂമിൽ ഒരെണ്ണം വെച്ചാൽ നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടായാൽ നമ്മുടെ പാരൻസ് ഉറപ്പായിട്ട് നമ്മളെ എന്തെങ്കിലും ഓർമ്മിപ്പിക്കാനോ ഒക്കെ സഹായിക്കും. അപ്പോൾ അതുകൊണ്ട് അതും കൂടി അങ്ങനെ ഒന്ന് എഴുതി കൊടുക്കുന്നത് നല്ലതാണ്. ഇനി നമ്മളിതേ ടൈം ടേബിൾ എഴുതി കൃത്യമായിട്ട് അതിൻ്റെ സമയവും കൂടി കൃത്യമായിട്ട് എഴുതി വയ്ക്കുക. LP ലെവൽ സ്റ്റുഡൻസിനൊക്കെ രാവിലത്തെ സെക്ഷൻ ആയിരിക്കും എക്സാമിൽ. രാവിലെ തുടങ്ങി ഒരു ഉച്ച വരെ ഉച്ചയ്ക്ക് ക്ലാസ് വിടും. പക്ഷേ ഹൈസ്കൂളുകാർക്ക് പൊതുവേ ഉച്ചയ്ക്ക് ശേഷമാണ് പരീക്ഷ ഉണ്ടായിരിക്കുക. അപ്പോൾ ഒരു 1:30 മുതൽ 3:15, 3:45 അങ്ങനെ ടൈമിലായിരിക്കും വരിക. ചില പരീക്ഷ ചിലപ്പോൾ രാവിലെയും വരാം. അപ്പോൾ അത് പ്രത്യേകം നമ്മൾ എഴുതുന്ന സമയത്തൊന്ന് നോട്ട് ചെയ്യാനും കൂടി നോക്കുക. അടുത്തത് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ റൂമിൽ ഒരു കലണ്ടർ വെച്ചിട്ടുണ്ടെങ്കിൽ ആ കലണ്ടറിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. എക്സാം ഉള്ള ദിവസങ്ങളൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക നല്ലതായിരിക്കും. കാരണം ചില പരീക്ഷകളുടെ ഇടയിൽ അവധികളൊക്കെ വരും. അപ്പോൾ അതൊന്നും നമുക്ക് നോട്ട് ചെയ്യാനാണ് കലണ്ടറിൽ അടയാളപ്പെടുത്തി വെക്കുന്നത്. അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ എക്സാമിന് എത്ര ചാപ്റ്റേഴ്സ് ഉണ്ടെന്ന് ടീച്ചേഴ്സിനോട് ചോദിച്ച് മനസ്സിലാക്കി കൃത്യമായിട്ട് അതൊരു പേപ്പറിൽ എഴുതി നമ്മുടെ റൂമിൽ കാണത്തക്ക രീതിയിൽ ടൈം ടേബിളിൻ്റെ ഒപ്പം തന്നെ അത് ഡിസ്പ്ലേ ചെയ്യുക കേട്ടോ. ഇത് നേരത്തെ കൂട്ടി ചെയ്യേണ്ട ഒരു കാര്യമാണ്. എന്നാലും ചിലപ്പോൾ നിങ്ങൾക്കിപ്പോൾ ലാസ്റ്റൊക്കെ ആയപ്പോഴാവും അവസാനത്തെ പാഠങ്ങളൊക്കെ ചിലപ്പോൾ എടുത്ത് തീർത്തിട്ടുണ്ടാവുക. ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പകുതി വരെയാവും ചില പാഠങ്ങൾ ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ അതൊക്കെ കൃത്യമായി ചോദിച്ച് മനസ്സിലാക്കി എഴുതി വയ്ക്കുക. അതുപോലെ തന്നെ നമ്മുടെ എക്സാമിനെ കുറിച്ച് നമ്മുടെ കൂട്ടുകാരോട് ഒന്ന് ഡിസ്കസ് ചെയ്യുന്ന നല്ലതായിരിക്കും. നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മറന്നു പോയിട്ടൊക്കെ ഉണ്ടെങ്കിൽ കൂട്ടുകാരോട് സംസാരിക്കുമ്പോൾ അത് അവർ നമ്മൾ ഓർമ്മിപ്പിക്കും. മാത്രമല്ല ഓരോ എക്സാം കഴിയുമ്പോഴും അടുത്ത എക്സാമിനെ കുറിച്ച് ഒന്ന് ചർച്ച ചെയ്ത് വരുന്നത് നല്ലതായിരിക്കും. കാരണം ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് വേഗം തന്നെ അറിയാൻ പറ്റും. ഇനി നമ്മുടെ ടൈം ടേബിളും അതുപോലെ തന്നെ പോർഷൻസും നമുക്കിതുപോലെ നമ്മുടെ സ്റ്റഡി ടേബിളിൻ്റെ മുൻപിൽ കാണത്തക്ക രീതിയിൽ എവിടെയെങ്കിലും ഇങ്ങനെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മുടെ കയ്യിലൊരു വൈറ്റ് ബോർഡ് ഉണ്ടായിരുന്നു. അതിലൊരു മാഗ്നറ്റ് പോലെ വെച്ച് കഴിഞ്ഞാൽ നമുക്കങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ ആ രീതിയിലാണ് നമ്മളിവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കാണാൻ പറ്റുന്ന പോലെ എവിടെയെങ്കിലും അലമാരയമോ എവിടെയെങ്കിലുമൊക്കെ ഇതുപോലെ ഒട്ടിച്ച് വെക്കാം. അപ്പോൾ ഇത്രത്തോളം കാര്യങ്ങൾ നമുക്ക് അത്യാവശ്യത്തിന് ചെയ്താൽ മതി. പക്ഷേ ചില കുട്ടികൾ പ്ലാനറൊക്കെ തയ്യാറാക്കുന്നവരുണ്ടാവും. ഇതുപോലെ ജേണലും പ്ലാനറൊക്കെ എഴുതുന്നവർ. അവർക്ക് വേണമെങ്കിൽ അവരുടെ എക്സാമുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്ലാനറിൽ എഴുതാം. കലണ്ടറിൽ എഴുതിയാൽ മതി. ഏതൊക്കെ എക്സാംസ് വരുന്നുണ്ടെന്നൊക്കെ നമുക്ക് കലണ്ടറിൽ നോട്ട് ചെയ്യാം. അതോടൊപ്പം തന്നെ നമ്മുടെ എക്സാം ടൈം ടേബിൾ, എക്സാമിൻ്റെ പോർഷൻസ് എന്തോരം പഠിക്കാനുണ്ട്, ഓരോ ദിവസം എന്തൊക്കെ പഠിക്കണം എന്നിങ്ങനെയുള്ളത് പ്ലാനറിൽ എഴുതി വെക്കാനാണ് നിങ്ങൾക്ക് ഇഷ്ടമെന്നുണ്ടെങ്കിൽ അങ്ങനെ എഴുതി വെച്ചാൽ മതി. ഡിസ്പ്ലേ ചെയ്ത് വെക്കണമെന്നില്ല. അതോടൊപ്പം തന്നെ നമ്മൾ പ്ലാനറിൽ ഇങ്ങനെ എഴുതുന്ന സമയത്ത് ഓരോ ദിവസം ഏത് സബ്ജക്റ്റ് പഠിക്കണമെന്നും അതുപോലെ അവധി ദിവസങ്ങളിൽ എക്സ്ട്രാ ആയിട്ട് ഏത് സബ്ജക്റ്റ് പഠിക്കണമെന്നും നമുക്ക് മാർക്ക് ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ ഇനി നമ്മുടെ എക്സാമിന് പോകുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ കയ്യിൽ കരുതണമെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇത് നേരത്തെ കൂട്ടി പറയുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ എന്തെങ്കിലും നിങ്ങൾക്ക് വാങ്ങാൻ മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ അത് വാങ്ങാവുന്നതാണ്. അപ്പോൾ ആദ്യം നമ്മൾ കയ്യിൽ കരുതേണ്ട ഒരു റൈറ്റിംഗ് പാഡാണ്. പക്ഷേ ചില സ്കൂളുകളിൽ റൈറ്റിംഗ് പാഡ് കൊണ്ടുവരാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ കൊണ്ടുപോകണ്ട. പിന്നെ അടുത്തത് നമ്മുടെ ബോക്സിൽ എന്തൊക്കെയാണ് അത്യാവശ്യം വേണ്ടതെന്നാണ്. ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും. എന്നാലും നമ്മുടെ കൂട്ടുകാർ എപ്പോഴും ചോദിക്കും ഇങ്ങനെ. അപ്പോൾ മേ ബി നിങ്ങൾക്കൊരു മോട്ടിവേഷൻ ആയിരിക്കും നിങ്ങൾ ചോദിക്കുന്നത്. നമുക്ക് അത്യാവശ്യം വേണ്ട ഒരു 3-4 പെന്ന് കയ്യിൽ കരുതുക. അപ്പോൾ നമുക്ക് ഒരെണ്ണം മാത്രമായിട്ട് പോകരുത്. അതുപോലെ തന്നെ ബോക്സിൽ അത്യാവശ്യം നമുക്ക് സ്കെയിൽ, പെൻസിൽ, റേസർ, ഷാർപ്നർ ഇതെല്ലാം നമ്മുടെ സ്വന്തമായിട്ട് കരുതുക. കാരണം എക്സാം സമയത്ത് മറ്റുള്ളവരോട് ചോദിക്കാൻ നിൽക്കും. മറ്റുള്ളവർക്കും ബുദ്ധിമുട്ടായിരിക്കും, നമുക്കും അതൊരു ടെൻഷൻ. അപ്പോൾ അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും അത്യാവശ്യം വേണ്ടത് കയ്യിൽ കരുതുക. അപ്പോൾ ഞങ്ങളുടെ ഇഷ്ടപ്പെട്ട കുറച്ച് പെന്നുകളൊന്ന് പറയാം കേട്ടോ. ഇത് റോറീറ്റോ ഫാൻറ്റാഫ്ലോ എന്ന് പറഞ്ഞിട്ടുള്ള പെന്നാണ്. നല്ല സ്മൂത്തായിട്ട് എഴുതാൻ പറ്റുന്നതാണ്. പക്ഷേ 15 രൂപ ഇതിന് വില വരുന്നുണ്ട്. പിന്നെ മോൺടെക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ എല്ലാ പെന്നുകളും ശരിക്കും പറഞ്ഞാൽ നല്ലതാട്ടോ. ഇത് നല്ലൊരു പേനയാണ്. 10 രൂപ 11 രൂപ ആ റേഞ്ചിലൊക്കെയാണ് വരുന്നത്. അവരുടെ തന്നെ ഒരു ബ്രോൺസ് കളറിലുള്ള ഇങ്ങനത്തെ ഒരു പെൻ വരുന്നുണ്ട്. മോൺടെക്സ് തന്നെ നല്ല പെൻ തന്നെയാണ് ഇതും ഈ ഒരു റേഞ്ചിലാണ് വരുന്നത്. നമുക്ക് കുറേ എഴുതാനുണ്ടാകുമ്പോൾ അത്യാവശ്യം കുറച്ച് ഈ ഒരു പെൻ എക്സ്പെൻസീവാണ്. പിന്നെ ഫ്ലെയർ എന്ന് പറഞ്ഞുള്ള ബ്രാൻഡിൻ്റെ ഇങ്ങനത്തെ പെന്നുകളാണ്. ഇത് 5 രൂപ 6 രൂപ ആ ഒരു റേഞ്ചിലൊക്കെയാണ് വരുന്നത്. പിന്നെ ഇവരുടെ ഫേവറേറ്റ് പെൻ അവർ സാധാരണ ഉപയോഗിക്കുന്നത് ഈ ഒരു എൽക്കോസ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ പെന്നാണ്. ഇങ്ങനെ പാക്കായിട്ട് നമുക്ക് വാങ്ങാൻ കിട്ടും. 5 രൂപയാണ് ഒരു പേനയ്ക്ക് വരുന്നത്. ഇത് അത്യാവശ്യം നല്ലൊരു പെൻ തന്നെയാണ്. നമുക്ക് എക്സാമിനോ അല്ലെങ്കിൽ നോട്ട്സൊക്കെ എഴുതുമ്പോൾ ഒരുപാട് എഴുതാണ്ടെങ്കിൽ ഇങ്ങനത്തെ പേനകളാണ് ഇവർ യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഇവരുടെ ഫേവറേറ്റ് പെൻ. അപ്പോൾ നിങ്ങളുടെ ഫേവറേറ്റ് പേനകൾ ഏതാണെന്ന് കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ ഞങ്ങൾക്കും അത് ട്രൈ ചെയ്യാനായിട്ട് പറ്റും.
ഇനി അടുത്തത് അത്യാവശ്യമായിട്ട് നമുക്ക് വേണ്ട ഒരു കാര്യമാണ് ഇൻസ്ട്രുമെൻറ്റ് ബോക്സ്. UP ലെവലിലുള്ള എല്ലാ സ്റ്റുഡൻസ് തൊട്ട് ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് എന്തായാലും ബാഗിൽ എപ്പോഴും കയ്യിൽ കരുതേണ്ട ഒന്നാണ് കേട്ടോ. ഈ ഒരു ഇൻസ്ട്രുമെൻറ്റ് ബോക്സിൽ കോമ്പസിൻ്റെ കൂടെ ഡിവൈഡർ ഇല്ല കേട്ടോ. സാധാരണ ഡിവൈഡർ എന്ന് പറഞ്ഞിട്ടുണ്ടാവാറില്ലേ, അതിന് പകരം അവർ ഒരു അറ്റാച്ച്മെൻ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കോമ്പസിൻ്റെ ഇതുമ്പം നമുക്ക് മാറ്റി ഫിക്സ് ചെയ്താൽ ഡിവൈഡറായിട്ടും യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ മാത്സ് നമുക്ക് പലർക്കും ചിലപ്പോൾ ബുദ്ധിമുട്ടുള്ളൊരു വിഷയമായിരിക്കും. പക്ഷേ ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് ഉപയോഗിച്ച് വരയ്ക്കുന്ന കണക്കുകൾ വരുമ്പോൾ എനിക്കെന്തോ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ പണ്ട്. അടുത്തത് നമ്മൾ എന്തായാലും ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണ് പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആൻസർ ചെയ്യുക എന്നുള്ളത്. ഇത് എന്തുതന്നെയായാലും ഓരോ സബ്ജക്റ്റിൻ്റെ ഒരു 3-4 ക്വസ്റ്റ്യൻ പേപ്പർ നമ്മളൊന്ന് ആൻസർ ചെയ്ത് നോക്കണം. എന്നാൽ മാത്രമേ നമുക്ക് എങ്ങനെയാണ് എക്സാമിൽ ചോദ്യം വരിക എന്ന് മനസ്സിലാവുക. പലപ്പോഴും നമ്മൾ ഫുൾ ടെക്സ്റ്റ് ബുക്ക് പഠിച്ചിട്ട് വരും, പക്ഷേ ചോദ്യം കാണുമ്പോൾ അതിൻ്റെ ഉത്തരം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. ഉത്തരം നമുക്ക് അറിയണതാവും, പക്ഷേ ചോദ്യം കാണുമ്പോൾ അത് മനസ്സിലാവില്ല. അതിനിങ്ങനെ പഴയ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യുമ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് സെയിം ക്വസ്റ്റ്യൻ ചിലപ്പോൾ വരാം, അല്ലെങ്കിൽ അതേ മോഡലിലുള്ള ചോദ്യങ്ങൾ വരാം. അപ്പോൾ ചോദ്യപേപ്പറുകൾ നമുക്ക് ഇഷ്ടം പോലെ യൂട്യൂബിൽ കിടക്കുന്നുണ്ട്, ആൻസേഴ്സ് അടക്കം. അതോടൊപ്പം തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വെബ്സൈറ്റുകളുണ്ട്, ചില അതിൽ നിന്ന് പ്രിൻ്റ് എടുത്തിട്ടും വേണമെങ്കിൽ പഠിക്കാവുന്നതാണ്. അപ്പോൾ അതിൽ ആൻസേഴ്സും അടക്കം കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക്സ് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ സ്റ്റഡി സ്പേസിനെ ഒന്ന് റെഡിയാക്കി എടുക്കാം. എക്സാം തുടങ്ങാനായിട്ട് ഇനി ആകെ 3-4 ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അതുകൊണ്ട് വലിയ ക്ലീനിങ് പരിപാടിക്കൊന്നും ആരും നിൽക്കണ്ട. കാരണം എക്സാം സമയമാകുമ്പോൾ നമ്മൾക്ക് ഇങ്ങനെ റൂം വൃത്തിയാക്കാൻ തോന്നും. കാരണം പഠിക്കാൻ കുറേ ഉണ്ടാകുമ്പോൾ നമ്മുടെ ഇൻട്രസ്റ്റ് വേറെ പല മേഖലയിലോട്ട് പോകാറുണ്ട്. അപ്പോൾ ഒതുക്കി തുടങ്ങുമ്പോൾ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് കൂടിയിട്ട് നമ്മൾ ഒതുക്കി പഠിക്കാനുള്ള പകുതി സമയവും നഷ്ടപ്പെടുത്തും. അപ്പോൾ 2 രീതിയിൽ സ്റ്റഡി സ്പേസ് മെയിൻറ്റെയിൻ ചെയ്യുന്നവരുണ്ട് കേട്ടോ. അപ്പോൾ ഇസയുടെ കാര്യം പറയുകയാണെങ്കിൽ അവൾ അത്യാവശ്യം ടേബിളിൽ കുറേ ഐറ്റംസ് ഇങ്ങനെ കൊണ്ടുവയ്ക്കുന്ന ഒരാളാണ്. മാത്രമല്ല അവൾക്ക് ക്രാഫ്റ്റ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് പലതരത്തിലുള്ള ഐറ്റംസ് അവളുടെ സ്റ്റഡി ടേബിളും ഉണ്ടായിരിക്കും. അവൾ ഒരു ഐറ്റംസും ഇങ്ങനെ കളയില്ല, ഒക്കെ ഇങ്ങനെ സൂക്ഷിച്ച് വയ്ക്കും. അത് വല്ല ക്രാഫ്റ്റ് ചെയ്യാനൊക്കെ അവൾ യൂസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്ന കുട്ടികളുടെ സ്റ്റഡി ടേബിൾ അത്യാവശ്യം കുറച്ച് മെസ്സി ആയിട്ടായിരിക്കും ഉണ്ടാവുക. കാരണം കുറേ ഐറ്റംസ് ഇവരിങ്ങനെ സൂക്ഷിച്ച് വയ്ക്കും, കുറേ ഐറ്റംസ് ടേബിളും ഡിസ്പ്ലേ വയ്ക്കും, അങ്ങനെയുള്ള കുറേ പരിപാടികളൊക്കെ അവൾ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് മാസം കഴിയുമ്പോൾ ഒന്ന് വന്ന് ഇടയ്ക്കുള്ള ടേബിളൊക്കെ ഒന്ന് വൃത്തിയാക്കി കൊടുക്കും. കാരണം ഇവളൊന്നും ഇങ്ങനെ കളയില്ല, ഒക്കെ സൂക്ഷിച്ച് വയ്ക്കും. അപ്പോൾ ഞാൻ അവളുടെ ടേബിളിൽ നിന്ന് എടുക്കുന്ന ഐറ്റംസ് ഒന്നും അവളോട് ചോദിക്കാനേ ഞാൻ കളയില്ല, ഒക്കെ എടുത്ത് വയ്ക്കും വേറൊരു ബോക്സിൽ. അതിന് ശേഷം അതൊക്കെ ഒന്ന് ഒതുക്കി വൃത്തിയാക്കി കൊടുക്കും. ചിലപ്പോൾ കളേഴ്സൊക്കെ എടുത്തിട്ട് അതിൻ്റെ സ്ഥലത്തേക്കൊന്നും വെച്ചിട്ടുണ്ടായിരിക്കില്ല, ഇല്ലെങ്കിൽ പഴയ പേനകളൊക്കെ മഷി കഴിഞ്ഞതും ഇതൊക്കെ അവളിങ്ങനെ എടുത്ത് വയ്ക്കും കേട്ടോ. അപ്പോൾ ഞാൻ അത്യാവശ്യം അതൊക്കെ ഒന്ന് ഒതുക്കി ഇതേ ഏകദേശം ഇങ്ങനത്തെ ഒരു രീതിയിലാക്കി വെച്ചിട്ടുണ്ട്. കാരണം അവൾക്ക് ഇങ്ങനെ വെക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ ഓരോരുത്തരും ഇഷ്ടം അനുസരിച്ച് അവരുടെ ടേബിളിൽ ഇരിക്കണം തന്നെയാണ് നല്ലത്. ഇനി റോസുവിൻ്റെ ടേബിൾ നോക്കുകയാണെങ്കിൽ അവൾക്ക് അധികം ഐറ്റംസ് ഒന്നും ടേബിൾ വയ്ക്കുന്നത് തീരെ ഇഷ്ടമില്ല. മാത്രമല്ല അവൾ ക്രാഫ്റ്റ് അല്ല അവൾക്ക് കൂടുതൽ ഇഷ്ടം, അവൾക്ക് പടം വരയും റീഡിങ്ങും ഒക്കെ കുറച്ചും കൂടി ഇഷ്ടം. അതുകൊണ്ട് തന്നെ അവളുടെ ടേബിളും അങ്ങനെ കാര്യമായിട്ടില്ല. മാത്രമല്ല അവളുടെ ടേബിളും ഷെൽഫ് ഇല്ലാത്ത കാരണം വലിയ കാര്യമായിട്ട് അതിൽ വെക്കാനും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ടേബിളും ഇത്ര ഐറ്റംസ് അവൾക്ക് ഇഷ്ടം, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ടേസ്റ്റുകൾ പ്രിഫറൻസ് അനുസരിച്ച് നമ്മുടെ ടേബിളും വ്യത്യസ്തമായിട്ട് ഇരിക്കും. അത് വളരെ നല്ലൊരു കാര്യമാണ്. കാരണം നമ്മുടെ സ്വഭാവം അനുസരിച്ച് വളരെ യുണീക്കായിട്ട് തന്നെ ഇരിക്കണം നമ്മുടെ സ്റ്റഡി ടേബിൾ. പക്ഷേ പരീക്ഷ സമയത്ത് പരമാവധി നമ്മുടെ ടേബിൾ ഒന്ന് ക്ലിയർ ചെയ്തിടുന്നതാവും നല്ലത്. കാരണം അല്ലെങ്കിൽ നമുക്ക് പരീക്ഷ സമയത്താവും പല ക്രാഫ്റ്റും പല കാര്യങ്ങളിൽ കൂടുതൽ ഇൻട്രസ്റ്റ് വരിക. കാരണം പല ഐഡിയ ഒക്കെ കാണുമ്പോൾ അപ്പോൾ ചെയ്യാനായിട്ട് നമുക്ക് തോന്നും. അതെനിക്ക് എപ്പോഴും തോന്നുന്ന ഒരു കാര്യം കേട്ടോ. എക്സാം സമയമാകുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും അങ്ങനത്തെ കാര്യങ്ങൾ പഠിക്കുന്നതിലും കൂടുതൽ. പക്ഷേയോ എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാലോ ആ ഇൻട്രസ്റ്റൊക്കെ പോവും. പിന്നെ ചിലപ്പോൾ TV നോക്കി അങ്ങനെ ഇരിക്കും, ക്രാഫ്റ്റ് ഒന്നും ചെയ്യാനുള്ളൊരു മൂഡും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും ഞാൻ സ്റ്റഡി ടേബിൾ ഐറ്റംസൊക്കെ ഒതുക്കി മാറ്റി അവിടെയുള്ള ഷീറ്റൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് നല്ല വൃത്തിയാക്കി എടുക്കാമെന്ന് വിചാരിക്കുകയാണ്. കാരണം ഇസയും റോസും അത്യാവശ്യം ക്ലാസ്സസൊക്കെ ആയിട്ട് ബിസിയാണ്. അപ്പോൾ ഈ ഒരു വീക്കിൽ അവർക്ക് എക്സാമും വരുന്ന കാരണം റൂം ഒതുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഷീറ്റൊക്കെ അവർക്ക് വേണ്ടിയിട്ട് ചേഞ്ച് ചെയ്യുന്നത്. അല്ലെങ്കിൽ സാറ്റർഡേ സാധാരണ അവധി ദിവസങ്ങളിൽ അവർ തന്നെ ഷീറ്റൊക്കെ ചേഞ്ച് ചെയ്യാറുണ്ട്. ഇനി അവർ പഠിക്കാൻ ഉപയോഗിക്കുന്ന ബുക്സ് എല്ലാം തന്നെ ഈ ഒരു ബുക്ക് ഷെൽഫിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിലധികം കാര്യമായിട്ട് ബുക്സ് ഒന്നും ഇല്ല. കാരണം അവരുടെ ബാഗിൽ അവർ ബുക്സൊക്കെ സ്കൂളിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. കുറച്ച് ബുക്സ് ലേബറന്തി അങ്ങനത്തെ മാത്രമാണ് ഈ ഒരു സ്റ്റാൻഡിലുള്ളത്. അപ്പോൾ അത് ഞാൻ ജസ്റ്റൊക്കെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് വെക്കുകയാണ്. പ്രത്യേകിച്ച് കുറേ ഒന്നും ചെയ്യാനൊന്നുമില്ല. അപ്പോൾ അതിൽ ചില ടെക്സ്റ്റ് ബുക്കുകളും ചില ബുക്സൊക്കെ വെറുതെ കഥ ബുക്കും അങ്ങനത്തെയൊക്കെ തെറ്റി ഇതിലൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ബുക്സൊക്കെ എടുത്ത് മാറ്റാണ്. പലപ്പോഴും റോസുമാണ് ആ പരിപാടിയൊക്കെ ചെയ്യുക. അവൾ കഥ ബുക്കൊക്കെ വായിച്ചിട്ട് അതൊക്കെ ടെക്സ്റ്റ് ബുക്കിൻ്റെ കൂടെ കൊണ്ടുവയ്ക്കും. അപ്പോൾ ഇതുപോലെ നമ്മൾ ഒരു ഇടയ്ക്ക് മാസത്തിലൊക്കെ വന്നിട്ട് ഒന്ന് അവരുടെ റൂമിലൊക്കെ ഒന്നിങ്ങനെ നമ്മൾ ഒതുക്കുന്നത് നല്ലതായിരിക്കും കുറച്ചും കൂടി. കാരണം നമ്മൾ ഓർഗനൈസ് ചെയ്യണതാവുമല്ലോ കുറച്ചും കൂടി നന്നായിട്ട് പറ്റുക. പിന്നീട് കുറേ കൂടി വലുതായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അങ്ങനെ ഒട്ടും തന്നെ നോക്കേണ്ട ഒരു ആവശ്യം വരില്ല. പക്ഷേ ചെറിയ കുട്ടികളും കൂടി പ്രത്യേകിച്ച് ഇവർ 2 പേരും 2 ഏജ് ഗ്രൂപ്പിലാണല്ലോ. ഒരാൾ LP ആണ്, ഒരാൾ ഹൈസ്കൂളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ 2 പേർക്കും റൂം മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കാര്യങ്ങൾ വ്യത്യസ്തമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മളൊന്ന് ഇടയ്ക്ക് അതൊക്കെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് വെക്കുക. അപ്പോൾ അതേ ഞാനിവിടെ ഈ ഒരു ബോക്സുകളിലാണ് അവരുടെ കയ്യിലുള്ള
കളേഴ്സൊക്കെ ഉണ്ടല്ലോ, കളേഴ്സ് ക്രാഫ്റ്റിന് വേണ്ടി ഉപയോഗിക്കുന്ന സിസേഴ്സ്, ഗ്ലൂ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഇങ്ങനെ ബോക്സിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അത് വലിയ കാര്യമായിട്ടൊന്നും മെസ്സി ആയിട്ടില്ല. അപ്പോൾ അതൊക്കെ അത്യാവശ്യം വൃത്തിയിൽ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒതുക്കി വെച്ചു. ഞാനൊരു കാര്യം ശ്രദ്ധിച്ചത്, കുട്ടികളുടെ ഏജ് മാറുന്നതനുസരിച്ച് അവരുടെ റൂം ഒതുക്കേണ്ട ഒരു ആവശ്യം കുറഞ്ഞു വരാണ്. ആദ്യത്തിൽ ഇവരുടെ റൂമിൽ ടോയ്സും അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ടാകുമ്പോൾ ഒതുക്കി വയ്ക്കാൻ എനിക്ക് ദേഷ്യം വരും. വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ വലിച്ചു വരും. പിന്നീട് അവരത് സ്വയം ചെയ്യാനായിട്ട് തുടങ്ങി. ഇപ്പം വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ എനിക്ക് ഒതുക്കി വെക്കാൻ പറ്റുന്നുണ്ട്. കാരണം ഞാൻ വരുന്ന സമയത്ത് അത്ര കാര്യമായിട്ടൊന്നും ഒതുക്കാനില്ല. അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ചില നേരത്തെ സങ്കടം തോന്നും കേട്ടോ. കാരണം ഇവരെന്തോരം വലുതായതുകൊണ്ടാണല്ലോ അത് ഇത്രയും കുറഞ്ഞു വരുന്നത് ഒതുക്കേണ്ടത്. അപ്പോൾ എനിക്ക് സങ്കടമാവും കേട്ടോ. കാരണം ആ കുഞ്ഞിലത്തെ മൊമെൻറ്റ്സൊക്കെ അവരുടെ ഞാൻ ഒരുപാട് മിസ് ചെയ്യാറുണ്ട്. അപ്പോൾ എന്തായാലും അവരുടെ ബുക്ക് ഷെൽഫും ഒതുങ്ങിയിരിക്കുന്നുണ്ട്. ഇനി ഞാൻ അവരുടെ ഡ്രസ്സിങ് ഏരിയ ഉണ്ട്, ഒരു ചെറിയ ഏരിയയിൽ അവർ ഉപയോഗിക്കുന്ന ജ്വല്ലറി അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ. അതൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യണം. അതും അത്യാവശ്യം നീറ്റായിട്ട് തന്നെ ഇരിക്കണേ. നമ്മൾ ഓൾറെഡി അവിടെ നല്ല ഓർഗനൈസേഴ്സും കറക്റ്റായിട്ട് വെച്ചേക്കണോണ്ട് തന്നെ അവർക്ക് അതൊക്കെ പെർഫെക്റ്റായിട്ട് എടുത്ത് വെക്കാൻ പറ്റുന്നുണ്ട് ആദ്യത്തെക്കാട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ വലിയ കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ എന്തായാലും ചെയ്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ചെയ്ത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യുന്നത് റൂം ജസ്റ്റ് ഒന്ന് വേഗം തന്നെ വൃത്തിയാക്കി ഇടാണ് കേട്ടോ. അപ്പോൾ ഇത് എളുപ്പത്തിൽ ചെയ്യുന്ന അത്രയും വലിയ ക്ലീനിങ് ഒന്നുമല്ല. ജസ്റ്റ് മാറാലേക്ക് ഒന്ന് തട്ടിക്കളയാം. അതോടൊപ്പം തന്നെ മിററെല്ലാം തന്നെ ഒന്ന് വൈപ്പ് ചെയ്തിടുക. സ്റ്റഡി ടേബിളെല്ലാം തന്നെ നന്നായി ഒന്ന് വൃത്തിക്ക് വൈപ്പ് ചെയ്തിടുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ തുടക്കം തൊട്ടേയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം തന്നെ ചെയ്ത് തീർത്തിട്ടുണ്ട് അല്ലേ. ടൈം ടേബിൾ എഴുതി വെച്ചു, പോർഷൻസ് എല്ലാം തന്നെ എഴുതി വെച്ചു, നമ്മുടെ സ്റ്റഡി ടേബിൾ വൃത്തിയാക്കി, ബുക്ക് ഷെൽഫ് ഒതുക്കി വെച്ചു, എക്സാമിന് അത്യാവശ്യം വേണ്ട ഐറ്റംസ് എന്താണെന്നൊക്കെ നോക്കി നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ള ഈ ലാസ്റ്റത്തെ ജോലി എന്ന് പറയുന്നത് റൂം ക്ലീനിങ് എന്ന് പറയുന്നത് ആഴ്ചയിൽ ഒരിക്കലും നമ്മളെപ്പോഴും ചെയ്യുന്നൊരു കാര്യമാണ്. പ്രത്യേകിച്ച് അങ്ങനെ എക്സാമിന് വേണ്ടി ചെയ്യണതൊന്നുമല്ല. അപ്പോൾ അത് നമ്മൾ നോർമലി പോലെ തന്നെ ചെയ്യാം. അപ്പോൾ അങ്ങനെ നമ്മുടെ റൂമിൻ്റെ അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ഫുള്ളായിട്ടൊന്ന് അടിച്ച് വാരി വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ നമ്മളിങ്ങനത്തെ ബ്രഷ് ചൂല് ഉപയോഗിക്കുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ മുടിയും കാര്യങ്ങളൊക്കെ താഴെ എടുക്കണമെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ ഒരു റൂമുമ്മ കിട്ടും കേട്ടോ. സാധാരണ ചൂലിൻ്റെ പോലെയല്ല. അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ പെൺകുട്ടികളുടെ റൂം ആയതുകൊണ്ട് തന്നെ ഈ ഒരു ബ്രൂം നമുക്ക് പലപ്പോഴും ഭയങ്കര യൂസ്ഫുള്ളായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ റൂം ചെറുതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ലൈറ്റ് കളറായിട്ടുള്ള ബെഡ്ഷീറ്റ്, പ്ലെയിൻ ബെഡ്ഷീറ്റ്സ് ഒക്കെ നമ്മുടെ റൂമിന് വലുപ്പം തോന്നിക്കും കേട്ടോ. ഞങ്ങൾ ആദ്യം യൂസ് ചെയ്തിരുന്നത് കാർട്ടൂൺ ക്യാരക്ടേഴ്സിൻ്റെ പിക്ചേഴ്സൊക്കെ ഉള്ളതായിരുന്നു. അതിപ്പോഴും യൂസ് ചെയ്യാറുണ്ട്. എന്നിരുന്നാലും അതുമേയുള്ള ഡാർക്ക് കളേഴ്സും കുറേ പിക്ചേഴ്സൊക്കെ വരുമ്പോൾ റൂം വളരെ ചെറുതായ പോലെ ഫീൽ ചെയ്യും. നമ്മൾ ചെറിയ റൂമുകളാണെന്നുണ്ടെങ്കിൽ പരമാവധി ലൈറ്റ് കളർ ഷീറ്റുകളാവും ഭംഗി. അപ്പോൾ ഇത് എക്സാം സ്പെഷ്യലായിട്ട് വളരെ സിമ്പിൾ ഒരു മേക്ക് ഓവറാണ് നമ്മുടെ റൂമിന് നമ്മൾ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും ഷീറ്റൊക്കെ മാറ്റി ബ്ലാങ്കറ്റൊക്കെ സെറ്റ് ചെയ്തു. നമ്മുടെ റൂം ഏകദേശം ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ റൂം നല്ല ക്ലീൻ ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റൂമിലേക്ക് വരുമ്പോൾ എന്തായാലും അവർക്ക് നല്ലൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും. മാത്രമല്ല എക്സാമിന് വേണ്ടി പഠിക്കാൻ അവർക്ക് പ്രത്യേക ഒരു സന്തോഷം തോന്നുകയും ചെയ്യും. എക്സാം സമയത്ത് പറ്റാവുന്ന നമ്മുടെ ഈ റൂമിൽ തന്നെ ഇരുന്ന് പഠിക്കുന്നതാവും നല്ലത്. കാരണം പുറത്ത് ടി വിയും കാര്യങ്ങളൊക്കെ വെക്കും, വീട്ടിലുള്ള മറ്റു പലരുടെയും ബഹളങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ഡിസ്റ്റർബൻസ് വരും. അപ്പോൾ റൂമിലിരുന്ന് പഠിക്കാൻ ഒരു സുഖമാണ്. അപ്പോൾ അടുത്ത വീഡിയോ നമ്മൾ വരുന്നത് ഫസ്റ്റ് ഡേ ഓഫ് എക്സാം എങ്ങനെയാണ് നമ്മൾ പോവുക അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഷെയർ ചെയ്യുക. അപ്പോൾ എന്തായാലും ആ വീഡിയോയ്ക്ക് വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും. അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.